വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ ആസ് വെൽ ആസ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആൻഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. നമ്മൾ ലോക്സഭ രാജ്യസഭ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സെയിം എക്സാക്ട് റെപ്ലിക്കയാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിൽ നടക്കുന്നത്. അതുകൊണ്ട് സെൻട്രൽ ലെവലിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് നമുക്ക് നോക്കാനായിട്ട് പറ്റും. സോ ഈ ഏരിയാസിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. First one, with reference to Deputy Speaker of the Lok Sabha, consider the following statement. As per the rules of procedure and conduct of business in Lok Sabha, the election of Deputy Speaker shall be held on date fixed by the Speaker. Second statement, there is a mandatory provision that the election of candidate of the Deputy Speaker of the Lok Sabha shall be either from the principal opposition party or from the ruling party. Third one, the Deputy Speaker has the same power as that of the Speaker when presiding over the sitting of the House, and no appeal lies against its ruling. Fourth one, the well-established parliamentary practice regarding the appointment of the Deputy Speaker is that the motion is moved by the Speaker and duly seconded by the Prime Minister. These statements are correct. With reference to Speaker of the Lok Sabha, consider the following statement. When a resolution for the removal of the Speaker of the Lok Sabha is under consideration, statement, he or she shall not preside, he or she shall not have the right to speak, he or she shall not be entitled to vote on the resolution on the first instance. This is correct. So, we go officers. Presiding officers of the parliament. See, parliament നോക്കുകയാണെങ്കിൽ ലോകസഭയിൽ ഒരു സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും രാജ്യസഭയിൽ ഒരു ചെയർപേഴ്സണും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പ്ലസ് ഇത് കൂടാതെ ഒരു പാനൽ ഓഫ് ചെയർപേഴ്സൺ ഓഫ് ദ ലോകസഭയുണ്ട്. അതുപോലെ തന്നെ പാനൽ ഓഫ് ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ ഓഫ് ദ രാജ്യസഭ ഇവരും അപ്പോയിന്റഡ് ആണ്. എന്താണ് ഇവരുടെ മേജർ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർലമെന്റിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കണ്ടക്ട്, ലോകസഭയാണെങ്കിൽ ലോക്സഭയുടെ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ, അതിന്റെ കണ്ടക്ട് എങ്ങനെയാണ്, ഇത്തരത്തിൽ ഒരു ലീഡർ എന്ന സ്വഭാവത്തിൽ അതിനെ കണ്ടിന്യൂ ചെയ്ത് നടത്തുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സ് പ്രോപ്പർ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുപോവുക എന്നതാണ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ. സോ നമുക്ക് സ്പീക്കർ ഓഫ് ദ ലോക്സഭയിൽ നിന്ന് തുടങ്ങാം. ഇനി ലോകസഭയുടെ സ്പീക്കറെ എങ്ങനെയാണ് എലക്ട് ചെയ്യപ്പെടുന്നത്? ഫസ്റ്റ് വൺ, അദ്ദേഹം ആ ലോകസഭയുടെ ഒരു മെമ്പർ ആയിരിക്കും. ആ ലോകസഭയുടെ മെമ്പർ ആയിരിക്കുന്ന ഒരാളെ ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ സ്പീക്കറായിട്ട് തെരഞ്ഞെടുക്കുക. ഇനി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ തീയതി തീരുമാനിക്കുന്നത് പ്രസിഡന്റ് ആയിരിക്കും. ഇനി സ്പീക്കറിന്റെ ഓഫീസ് വേക്കേറ്റ് ആവുകയാണെങ്കിൽ ഏറ്റവും അടുത്ത ഇൻസ്റ്റൻസിൽ, ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള നെക്സ്റ്റ് ഇൻസ്റ്റൻസിൽ തന്നെ നെക്സ്റ്റ് സ്പീക്കറിനെ നമ്മൾ തിരഞ്ഞെടുക്കും. ഇനി അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് വെക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയും. സ്പീക്കർ ലോകസഭയുടെ മെമ്പർ അല്ലാതെ ആവുകയാണ്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഡിസ്ക്വാളിഫൈഡ് ആയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർട്ട് ഓർഡർ വഴി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസസ് വഴി അദ്ദേഹം ആ മെമ്പർ ഓഫ് ദ പാർലമെന്റ് ആയിട്ട് ഡിസ്ക്വാളിഫൈഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അദ്ദേഹം സ്പീക്കർ പൊസിഷനിൽ നിന്നും ഡിസ്ക്വാളിഫൈഡ് ആവും. അപ്പൊ മെമ്പർ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്പീക്കർ ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം മെമ്പർഷിപ്പ് അദ്ദേഹത്തിന് ക്യാൻസൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അദ്ദേഹം സ്പീക്കർ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നും പുറത്താവും. നെക്സ്റ്റ് വൺ, അദ്ദേഹത്തിന് വേണമെങ്കിൽ റിസൈൻ ചെയ്യാം. അപ്പൊ സ്പീക്കർ റെസിഗ്നേഷൻ ആർക്കാണ് സബ്മിറ്റ് ചെയ്യുന്നത്? ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് അദ്ദേഹം റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്പീക്കർ സബ്മിറ്റ് റെസിഗ്നേഷൻ ടു ദ ഡെപ്യൂട്ടി സ്പീക്കർ. തേർഡ് വൺ, അദ്ദേഹത്തിന് വേണമെങ്കിൽ പുറത്താക്കാനായിട്ട് പറ്റും. ലോകസഭയ്ക്ക് അദ്ദേഹത്തിന് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പവർ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ റിമൂവലിന്റെ പ്രത്യേകത എന്തൊക്കെയാ? അദ്ദേഹത്തിന് റിമൂവ് ചെയ്യാൻ വേണ്ട മെജോറിറ്റിനെ നമ്മൾ എഫക്റ്റീവ് മെജോറിറ്റി എന്നാണ് പറയുന്നത്. അതായത് all the then members of the Lok Sabha, അപ്പോൾ ആരാണോ പ്രസന്റ് ആയിട്ടിരിക്കുന്നത്, മെജോറിറ്റി ഓഫ് ദ all the then members of the Lok Sabha, ആ മെജോറിറ്റിനെയാണ് നമ്മൾ എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത്. ലോക്സഭയുടെ സ്പീക്കറെ പുറത്താക്കണമെങ്കിൽ നമുക്ക് ഒരു എഫക്റ്റീവ് മെജോറിറ്റി വേണം. ഇനി അദ്ദേഹത്തെ പുറത്താക്കുന്നതിന് മുമ്പ് 14 days നോട്ടീസ് പീരീഡ് അദ്ദേഹത്തിന് സെർവ് ചെയ്തിരിക്കണം. ഇനി സ്പീക്കറിനെ നമ്മൾ പുറത്താക്കാനായിട്ട് തീരുമാനിച്ചു, ലോക്സഭ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ റിമൂവലിന് നോട്ടീസ് സെർവ് ചെയ്ത് അദ്ദേഹത്തിന്റെ റിമൂവലിന്റെ റെസൊല്യൂഷൻ എടുക്കുമല്ലോ. ആ സമയത്ത് സ്പീക്കർ ആയിട്ടിരിക്കുന്ന ആ വ്യക്തിക്ക് ആ സഭയെ പ്രിസൈഡ് ചെയ്യാനായിട്ട് കഴിയില്ല. ദ സ്പീക്കർ കാനോട്ട് പ്രിസൈഡ് ഓവർ ദ ഹൗസ്. ആ സമയത്ത് അദ്ദേഹത്തിന് ആ ഹൗസ് പ്രിസൈഡ് ചെയ്യാനായിട്ട് കഴിയില്ല. പക്ഷേ അദ്ദേഹം ആ ഹൗസിന്റെ ഒരു മെമ്പർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഹൗസിൽ പ്രസന്റ് ആയിരിക്കാം, അദ്ദേഹത്തിന് സംസാരിക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ തന്നെ വോട്ട് ചെയ്യാനായിട്ട് കഴിയും. അതായത് സ്പീക്കർ ആയിട്ടിരിക്കുന്ന വ്യക്തി ആ വ്യക്തിയെ റിമൂവ് ചെയ്യാനായിട്ടുള്ള റെസൊല്യൂഷൻ നടക്കുമ്പോൾ ആകെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് എന്താ? പ്രിസൈഡ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന് അവിടെ പ്രസന്റ് ആയിരിക്കാം, അദ്ദേഹത്തിന് അവിടെ സംസാരിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ തന്നെ അദ്ദേഹത്തിന്റെ റിമൂവലിന്റെ റെസൊല്യൂഷൻ വോട്ടെടുപ്പിന് എടുക്കുമ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ തന്നെ
അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനായിട്ടുള്ള അധികാരവുമുണ്ട്. ഇതാണ് 3 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ റിമൂവലിന് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലോക്സഭ ഡിസോൾവ് ആകുമ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് എല്ലാം ഡിസോൾവ് ആയി പോകും. പക്ഷെ ലോക്സഭയുടെ സ്പീക്കർക്ക് ഒരു സ്പെഷ്യൽ അഡ്വാൻറ്റേജ് ഉള്ളത്, അടുത്തൊരു സ്പീക്കർ അല്ലെങ്കിൽ അടുത്തൊരു ലോക്സഭ തെരഞ്ഞെടുത്ത് വരുന്നത് വരെ അദ്ദേഹത്തിന്റെ ആ പൊസിഷൻ അവിടെ ഹോൾഡ് ചെയ്യും. അദ്ദേഹം തന്നെ ആ ലോക്സഭയുടെ സ്പീക്കർ എന്ന് പറയുന്ന ആ പൊസിഷൻ ഹോൾഡ് ചെയ്യും. ഇനി എന്താണ് ലോക്സഭയുടെ സ്പീക്കറിന്റെ റോൾസ്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻ? ഫസ്റ്റ് വൺ, ആ ബോഡിയുടെ റെപ്രസെന്റേറ്റീവ് ബോഡിയുടെ ഹെഡായിട്ട് റെസ്പോൺസിബിലിറ്റി സെർവ് ചെയ്യുന്നത്, ലോക്സഭയുടെ ഹെഡായിട്ട് റെസ്പോൺസിബിലിറ്റി സെർവ് ചെയ്യുന്ന ആരാണ്? ലോക്സഭയിലെ സ്പീക്കറാണ്. അതോടൊപ്പം തന്നെ ആ മെമ്പേഴ്സിന്റെ പവേഴ്സും പ്രിവിലേജസിന്റെയും ഗാർഡിയൻ ആയിട്ടും സെർവ് ചെയ്യുന്നത് ലോക്സഭയുടെ സ്പീക്കറാണ്. ഓൾസോ പ്രിൻസിപ്പൽ സ്പോക്സ് പേഴ്സൺ ആണ് ലോക്സഭ. ലോക്സഭയുടെ പ്രിൻസിപ്പൽ സ്പോക്സ് പേഴ്സൺ ആരാണ്? സ്പീക്കർ ഓഫ് ദ ലോക്സഭ. ഇനി ഇതെല്ലാത്തിനും പുറമെ ജസ്റ്റ് പ്രിസൈഡിങ് എന്നതിനേക്കാൾ ഉപരി അദ്ദേഹമാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി, ഡിഗ്നിറ്റി, ഇതെല്ലാം ആ ഹൗസിന്റെ ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു ഫേസ് വാല്യൂ ആയിട്ട് നിൽക്കുന്നത് ആരാണ്? സ്പീക്കറാണ്. ഇനി 3 സോഴ്സസിൽ നിന്നാണ് മെയിൻലി സ്പീക്കർ അദ്ദേഹത്തിന്റെ പവറുകൾ ഡിറൈവ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, സെക്കൻഡ് വൺ ദ റൂൾസ് ഓഫ് പ്രൊസീജിയർ ആൻഡ് കണ്ടക്ട്സ് ഓഫ് ലോക്സഭ, തേർഡ് വൺ പാർലമെന്ററി കൺവെൻഷൻസ്. ഈ 3 ഏരിയാസിൽ നിന്നാണ് സ്പീക്കർ നോർമലി അദ്ദേഹത്തിന്റെ പവേഴ്സ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇനി എന്തെല്ലാമാണ് അദ്ദേഹത്തിന്റെ മേജർ പവേഴ്സ്? ഫസ്റ്റ് വൺ, മെയിൻറ്റെയിനിങ് ഓർഡർ ആൻഡ് ഡെക്കോറം. ആ സഭ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള ഓർഡറും ഡെക്കോറും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? അതിന് വേണ്ട പ്രൊസീജിയേഴ്സ് എന്തെല്ലാമാണ്? അതിനുവേണ്ടി എന്തെങ്കിലും ആക്ഷൻസ് എടുക്കണം? ഇതെല്ലാം അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള മേജർ റെസ്പോൺസിബിലിറ്റിയുടെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് മെയിൻറ്റെയിനിങ് ദ ഓർഡർ ആൻഡ് ഡെക്കോറം. ഇനി അടുത്ത വൺ, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ പാർലമെന്ററി റൂൾ. ഹൗസിന്റെ അകത്ത് സ്പീക്കറാണ് ഫൈനൽ ഇന്റർപ്രറ്റർ. കോൺസ്റ്റിറ്റ്യൂഷന്റെ ആയാലും റൂൾസ് ഓഫ് പ്രൊസീജിയർ ആൻഡ് കണ്ടക്ട്സ് ഓഫ് ബിസിനസ് ആയാലും പാർലമെന്ററി പ്രൊസീഡിങ്സ് ആയാലും ഹൗസിന്റെ അകത്തെ ഫൈനൽ ഇന്റർപ്രറ്റർ ആരാണ്? സ്പീക്കറാണ്. ആ ഹൗസിന്റെ അകത്തെ ഫൈനൽ ഇന്റർപ്രറ്റർ ആയിട്ട് വരുന്നത് സ്പീക്കറാണ്. ദ തേർഡ് വൺ, അഡ്ജോൺമെന്റ് ഓഫ് ദ ഹൗസ്. ഏതെങ്കിലും കാരണവശാൽ ആ ഹൗസിൽ കോറം തികയാതെ വന്നാൽ, കോറം എന്താണ്? 1/10 ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് ആണ്. അത്തരത്തിലൊരു കോറം പ്രസന്റ് ആവാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്പീക്കർക്ക് വേണമെങ്കിൽ ആ മീറ്റിങ്ങിനെ അഡ്ജേൺ ചെയ്യാനായിട്ട് കഴിയും. ഈ അഡ്ജേൺമെന്റ് പവർ ഇരിക്കുന്നത് സ്പീക്കർ ഓഫ് ദ ലോക്സഭ. അടുത്തത് കാസ്റ്റിംഗ് വോട്ട്. നോർമലി ഒരു റെസൊല്യൂഷനോ ഒരു ബില്ലോ എന്ത് അവതരിപ്പിച്ചാലും സ്പീക്കർ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ വോട്ട് ചെയ്യാറില്ല. അതായത് ഫസ്റ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ വോട്ട് ചെയ്യാറില്ല. ഏതെങ്കിലും കാരണവശാൽ ഒരു ടൈം 50-50 വന്നാൽ മാത്രമാണ് സ്പീക്കർ വോട്ട് ചെയ്യാറുള്ളൂ. ഇത്തരത്തിലുള്ള വോട്ടിങ്ങിനെയാണ് നമ്മൾ കാസ്റ്റിംഗ് വോട്ടുകൾ എന്ന് പറയാം. ഇപ്പൊ സ്പീക്കർ എപ്പോഴാണ് വോട്ട് ചെയ്യുക? ഒരു കാസ്റ്റിംഗ് വോട്ടാണ് സ്പീക്കർ വോട്ട് ചെയ്യുക. ഇത്തരത്തിൽ ഒരു ടൈ ഏതെങ്കിലും ഒരു റെസൊല്യൂഷനിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബില്ലിൽ വന്നു കഴിഞ്ഞാൽ ആ ഡെഡ് ലോക്ക് റിമൂവ് ചെയ്യാൻ, ആ ഡെഡ് ലോക്കിനെ റിസോൾവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? സ്പീക്കർ കാസ്റ്റിംഗ് വോട്ട് നടത്തുക. ഇതാണ് സ്പീക്കറിന്റെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി ജോയിന്റ് സിറ്റിംഗ്. ലോകസഭയും രാജ്യസഭയും ഏതെങ്കിലും കാരണവശാൽ ഒരു ബില്ലിൽ ഒരു ഡെഡ് ലോക്ക് വന്നു, അപ്പോഴാണ് എന്തുണ്ടാവുക? നമ്മുടെ ജോയിന്റ് സിറ്റിംഗ് ഉണ്ടാവുക. ജോയിന്റ് സിറ്റിംഗിന്റെ പ്രത്യേകത എന്താണ്? ആകെ അത് പ്രിസൈഡ് ചെയ്യാനുള്ള അധികാരം ഫസ്റ്റ് ആർക്കാണ് വരുന്നത്? സ്പീക്കർ ഓഫ് ദ ലോക്സഭ. സ്പീക്കർ ഓഫ് ദ ലോക്സഭ ആബ്സെന്റ് ആണെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ദ ലോക്സഭ. ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ ആബ്സെന്റ് ആണെങ്കിലോ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഓഫ് ദ രാജ്യസഭ. ഒരു കാരണവശാലും ചെയർപേഴ്സൺ ഓഫ് ദ രാജ്യസഭ അത് പ്രിസൈഡ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് ദ പവർ ഓർ ദ റൂൾ ഓർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്പീക്കർ ഓഫ് ദ ലോക്സഭ ടു പ്രിസൈഡ് ഓവർ ദ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെന്റ്. ഇനി അതുപോലെ തന്നെ സീക്രട്ട് സിറ്റിംഗ്, അതിനുള്ള അനുവാദം കൊടുക്കുന്നത് ആരാണ്? സ്പീക്കർ ഓഫ് ദ ലോക്സഭയാണ്. അദ്ദേഹത്തിന് റിക്വസ്റ്റ് പെർമിഷൻ ഗ്രാന്റ് ചെയ്യാനുള്ള അധികാരം ഇരിക്കുന്നത് നമ്മുടെ സ്പീക്കർ ഓഫ് ദ ലോക്സഭയ്ക്കാണ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ, മണി ബില്ല് ഡിസൈഡ് ചെയ്യുക. ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള എക്സ്ക്ലൂസീവ് പവർ ഇരിക്കുന്നത് ലോക്സഭയുടെ സ്പീക്കറിന്റെ കയ്യിലാണ്. അദ്ദേഹം ആ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യസഭയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ദിസ് ഈസ് എ മണി ബിൽ എന്ന് പറഞ്ഞ് സ്പീക്കർ ഓഫ് ദ ലോക്സഭ അതിനെ സർട്ടിഫൈ ചെയ്യും. മണി ബില്ലിന് നമുക്കറിയാം എന്താണ്? രാജ്യസഭയ്ക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പവർ ഉള്ളൂ. ഈ എക്സ്ക്ലൂസീവ് പവർ ഇരിക്കുന്നത് ആരുടെ കയ്യിലാണ്? സ്പീക്കർ ഓഫ് ദ ലോക്സഭ. അതോടൊപ്പം തന്നെ ഡിസ്ക്വാളിഫിക്കേഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഡിഫെക്ഷൻ, കൂറുമാറ്റം ഒരു വ്യക്തി നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡിസിഷൻ എടുക്കുന്നത് ആരാണ്? പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ദ ഹൗസ് ആണ്. ഇവിടെ പ്രിസൈഡിംഗ് ഓഫീസർ ആയിട്ട് വരുന്നത് സ്പീക്കറാണ്. അത്തരത്തിൽ സ്പീക്കർ ഓഫ് ദ ലോക്സഭയാണ് എന്ത്?
ഡിസ്ക്വാളിഫിക്കേഷൻ ഡിഫെക്ഷന്റെ പേരിൽ എന്തെങ്കിലും ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിലെ മാറ്റേഴ്സ് ഡിസൈഡ് ചെയ്യുന്നു. ഇനി അദ്ദേഹം കുറച്ച് എക്സ് ഒഫീഷ്യോ റോളുകളും അദ്ദേഹത്തിനുണ്ട്. ഇന്ത്യൻ പാർലമെന്ററി ഗ്രൂപ്പ്, അതോടൊപ്പം തന്നെ കോൺഫറൻസ് ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ലെജിസ്ലേറ്റീവ് ബോഡീസ് ഇൻ ഇന്ത്യ, ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഗ്രൂപ്പുകളുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആയിട്ട് അദ്ദേഹം സ്പീക്കർ ഓഫ് ദ ലോക്സഭ ഓട്ടോമാറ്റിക്കലി അപ്പോയിന്റഡ് ആയിരിക്കും. ഇനി മൾട്ടിപ്പിൾ ആയിട്ടുള്ള പാർലമെന്ററി കമ്മിറ്റീസ്, ഇതിന്റെ അപ്പോയിന്റ്മെന്റും അതിന്റെ ഓവർസൈറ്റിങ്ങും ആരുടെ റോൾസിന്റെ അകത്ത് വരുന്നതാണ്? ലോകസഭയുടെ സ്പീക്കറിന്റെ ഫംഗ്ഷന്റെ അകത്തോ റോൾസിന്റെ അകത്തോ വരുന്നതാണ്. അടുത്തത് ഇൻഡിപെൻഡൻസ് ആൻഡ് ഇമ്പാർഷ്യാലിറ്റി ഓഫ് ദ ലോക്സഭ. സ്പീക്കർ ഓഫ് ദ ലോക്സഭ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആ ഓഫീസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു പാർലമെന്ററി ഡെമോക്രസിയിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിന് കുറച്ച് ഇൻഡിപെൻഡൻസ് ആൻഡ് ഇമ്പാർഷ്യാലിറ്റി കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാമാണ് അത്? ഫസ്റ്റ് വൺ, സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ. അദ്ദേഹത്തിനെ പുറത്താക്കണമെങ്കിൽ ഒരു എഫക്റ്റീവ് മെജോറിറ്റി വഴി ഒരു റെസൊല്യൂഷനിലൂടെ മാത്രമേ അദ്ദേഹത്തിനെ പുറത്താക്കാനായിട്ട് കഴിയുള്ളൂ. ഇനി ലോക്സഭയുടെ ലൈഫ് എൻഡ് ചെയ്താൽ പോലും അടുത്തൊരു ലോക്സഭ വരുന്നത് വരെ അദ്ദേഹത്തിന് ആ പൊസിഷൻ ഹോൾഡ് ചെയ്യാനായിട്ട് കഴിയും. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സാലറീസ് ആൻഡ് അലവൻസസ്. അദ്ദേഹത്തിന്റെ സാലറീസ് ആൻഡ് അലവൻസ് എന്താണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ ചാർജ്ഡ് ആണ്. ചാർജ്ഡ് ആവുമ്പോൾ എന്താണ്? പാർലമെന്റിന് അതിന്റെ മുകളിൽ വോട്ടെടുപ്പ് നടത്താനായിട്ട് കഴിയില്ല. അവർക്ക് ഡിസ്കഷൻ നടത്താം, ബട്ട് ദേ കനോട്ട് വോട്ട് ഓൺ ദ സാലറീസ് ആൻഡ് അലവൻസസ് ഓഫ് ദ സ്പീക്കർ ഓഫ് ദ ലോക്സഭ. ഇനി അദ്ദേഹത്തിന്റെ വർക്കുകളെ നോൺ ക്രിറ്റിസിസം ഓഫ് വർക്ക് ആൻഡ് കണ്ടക്ട്, അതായത് ഒരു കാരണവശാലും എക്സെപ്റ്റ് ഓൺ എ സബ്സ്റ്റാൻറ്റീവ് മോഷൻ അദ്ദേഹത്തിന്റെ വർക്കുകളെയോ കണ്ടക്റ്റുകളെയോ ലോക്സഭയുടെ അകത്ത് ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി അദ്ദേഹം എടുക്കുന്ന ഡിസിഷൻസ് റിലേറ്റിംഗ് ടു ദ പ്രൊസീജിയർ, കണ്ടക്ട് ഓഫ് ദ ബിസിനസ് അല്ലെങ്കിൽ മെയിൻറ്റെയിനിങ് ഓർഡർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്ത് അദ്ദേഹം ആ സഭയ്ക്കകത്ത് എടുക്കുന്ന ഡിസിഷൻ ഒരു കാരണവശാലും കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷന്റെ അകത്തേക്ക് പോവില്ല. അദ്ദേഹത്തിന് ഇമ്മ്യൂണിറ്റിയാണ്, ഇമ്മ്യൂണിറ്റി ഫ്രം കോർട്ട്സ് ജൂറിസ്ഡിക്ഷൻ ഇൻ ദീസ് മാറ്റേഴ്സ്. അതുപോലെ തന്നെ കാസ്റ്റിംഗ് വോട്ട്, എപ്പോഴാണ് അദ്ദേഹം വോട്ട് ചെയ്യുക? ഒൺലി വെൻ ദർ ഇസ് എ പ്രോപ്പർ ടൈം, അല്ലെങ്കിൽ ഒരു 50-50 എന്ന് പറയുന്ന രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അദ്ദേഹം അവിടെ ഒരു കാസ്റ്റിംഗ് വോട്ട് അവിടെ കൊടുക്കുള്ളൂ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫംഗ്ഷൻ ഓർ അദ്ദേഹത്തിന്റെ ഒരു ഇൻഡിപെൻഡൻസ് കാണിക്കുന്നതാണ് എന്ത്? ഹൈ റാങ്ക് ഇൻ ഓർഡർ ഓഫ് പ്രസിഡൻസ്. അദ്ദേഹത്തിന്റെ സ്പീക്കർ എന്ന് പറയുന്ന ആള് ഈസ് റാങ്ക്ഡ് 7th ഇൻ ദ ഓർഡർ ഓഫ് പ്രസിഡൻസ് എലോങ് വിത്ത് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അത്രയും ഹയർ ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണ് എന്ത്? നമ്മുടെ ഇന്ത്യയില് ലോക്സഭയുടെ സ്പീക്കർക്ക് റാങ്ക് എലോങ് വിത്ത് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറാണ്. സ്പീക്കർ എന്ന പോലെ അദ്ദേഹത്തിന് ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ദ ലോക്സഭയും ഉണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ദ ലോക്സഭ സ്പീക്കറിന് ഒരു താഴെ നിൽക്കുന്ന ഒരാളല്ല, ഒരു ലോവർ പൊസിഷൻ അല്ല. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ആബ്സെൻസിൽ ഹൗസിനെ പ്രിസൈഡ് ചെയ്യുന്നതാണ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ദ ലോക്സഭ. അദ്ദേഹം ഒരു അസിസ്റ്റന്റോ അല്ലെങ്കിൽ ലോവർ റാങ്കിലുള്ള ഒരാളല്ല. ഇനി ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ദ ലോക്സഭ അദ്ദേഹവും സ്പീക്കറിനെ പോലെ തന്നെ ആ മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി അദ്ദേഹത്തിന്റെ ഇലക്ഷന്റെ ഡേറ്റ് തീരുമാനിക്കുന്നത് സ്പീക്കറാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഡെപ്യൂട്ടി സ്പീക്കറിന് വേക്കന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു മെമ്പറെ സെലക്ട് ചെയ്തിട്ട് ഡെപ്യൂട്ടി സ്പീക്കറിന്റെ ഓഫീസിലെ വേക്കൻസി നികത്തുന്നതാണ്. ഇനി അദ്ദേഹത്തിനും ഓട്ടോമാറ്റിക്കലി 3 രീതിയിലാണ്, സ്പീക്കറിന് പറഞ്ഞ പോലെ തന്നെ 3 രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഓഫീസും വേക്കന്റ് ആവുക. ഒന്നില്ലെങ്കിൽ അദ്ദേഹം റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ്? സ്പീക്കർക്ക്. സ്പീക്കർ റെസിഗ്നേഷൻ ആർക്കാണ് സബ്മിറ്റ് ചെയ്യുന്നത്? ഡെപ്യൂട്ടി സ്പീക്കർക്ക്. നെക്സ്റ്റ് വൺ, ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹം ലോക്സഭയുടെ മെമ്പർ ആവുന്നത് സീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മെമ്പർ ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ആവാനായിട്ട് പറ്റുള്ളൂ. ഇനി സ്പീക്കറിനെ റിമൂവ് ചെയ്യുന്നത് പോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കറിനെയും റിമൂവ് ചെയ്യാനായിട്ട് കഴിയും. സെയിം മെജോറിറ്റി, എഫക്റ്റീവ് മെജോറിറ്റിയിലായിരിക്കണം ആ റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നത്. ഇനി നമ്മൾ റിമൂവലിൽ പറഞ്ഞ അതേ കാര്യങ്ങളുണ്ടല്ലോ, എന്തെല്ലാമായിരുന്നു? അത്തരത്തിൽ ഒരു റെസൊല്യൂഷൻ മൂവ് ഫോർവേഡ് ചെയ്യുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർക്ക് ആകെ പറ്റുക എന്താണ്? ഹി കനോട്ട് പ്രിസൈഡ് സച്ച് എ മീറ്റിംഗ് ഫോർ ദ റിമൂവൽ. പക്ഷെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? അവിടെ പ്രസന്റ് ആയിരിക്കാം. അദ്ദേഹത്തിന് ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ തന്നെ വോട്ട് ചെയ്യാം. കാരണം എന്താണ്? അദ്ദേഹം ആ ഹൗസിന്റെ ഒരു മെമ്പറാണ്. ഇനി സ്പീക്കറിന്റെ ഓഫീസ് വേക്കന്റ് ആയിരിക്കുന്ന സമയത്ത് ഡെപ്യൂട്ടി സ്പീക്കറാണ് ആ ഓഫീസിന്റെ ഫങ്ഷൻസ് എല്ലാം നിർവഹിക്കുന്നത്. അത്തരത്തില് ആ സിറ്റുവേഷനിൽ ഒരു ഡെപ്യൂട്ടി സ്പീക്കറിന്റെ ഓഫീസ് വേക്കന്റ് ആയിരിക്കുന്ന സമയത്ത് സ്പീക്കറുടെ റോളിലാണ് ആ ഫങ്ഷൻസ് ചെയ്യുന്നതെങ്കിൽ സ്പീക്കറിനുള്ള എല്ലാ പ്രിവിലേജസും അലവൻസസും കാര്യങ്ങളും എല്ലാം തന്നെ ഡെപ്യൂട്ടി സ്പീക്കറിലേക്കും പോകും. അതോടൊപ്പം തന്നെ ജോയിന്റ് സിറ്റിംഗ് ഏതെങ്കിലും കാരണവശാൽ സ്പീക്കർക്ക് പ്രിസൈഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ
ഓട്ടോമാറ്റിക്കലി ആ റോള് വരുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ദ ലോകസഭയ്ക്കാണ്. ഇനി അദ്ദേഹത്തിന് കുറച്ച് പ്രിവിലേജസ് ഉണ്ട്. ഏതെങ്കിലും ഒരു പാർലമെന്ററി കമ്മിറ്റിയുടെ മെമ്പർ ആയിട്ട് ഒരു ഡെപ്യൂട്ടി സ്പീക്കർ അപ്പോയിന്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഡെപ്യൂട്ടി സ്പീക്കർ ആ പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ട് മാറും. ഇനി നമ്മൾ സ്പീക്കറിന്റെ കേസും പറഞ്ഞു, ഡെപ്യൂട്ടി സ്പീക്കറിന്റെ കേസും പറഞ്ഞു. ഇത് അല്ലാതെ നമുക്കുള്ളത് ഒരു പാനൽ ഓഫ് ചെയർപേഴ്സൺ ഓഫ് ദ ലോക്സഭയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സ്പീക്കർ റൂൾസ് ഓഫ് ലോക്സഭ പ്രകാരം സ്പീക്കർ കുറച്ച് വ്യക്തികളെ ചെയർപേഴ്സൺ പാനൽ ഓഫ് ചെയർപേഴ്സൺ ഓഫ് ദ ലോക്സഭയിലേക്ക് നോമിനേറ്റ് ചെയ്യും. ഏകദേശം ഒരു 10ഓളം മെമ്പേഴ്സ് ഉണ്ടാവും. ഇവർക്ക് ലോകസഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ആബ്സെൻസ് ആയിരിക്കുന്ന സമയത്ത്, ആ ഡെപ്യൂട്ടി സ്പീക്കറിന്റെയും ഓഫീസ് ആബ്സെന്റ് ആയിരിക്കുന്ന സമയത്ത് പാർലമെന്റിന്റെ മീറ്റിംഗ്സ് പ്രിസൈഡ് ചെയ്യുന്നത് ഈ പാനൽ ഓഫ് ചെയർപേഴ്സണിൽ നിന്നുള്ള വ്യക്തികളായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആബ്സെൻസിലാണ്. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ഡെപ്യൂട്ടി സ്പീക്കറിന്റെയോ പോസ്റ്റ് വേക്കന്റ് ആയി കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്നത് ഇവരല്ല പ്രിസൈഡ് ചെയ്യാൻ വരുന്നത്, പകരം പ്രസിഡന്റ് ആ ഹൗസിൽ നിന്ന് അപ്പോയിന്റ് ചെയ്യുന്ന ഒരാളായിരിക്കും ആ ഹൗസിനെ പ്രിസൈഡ് ചെയ്യുക. സോ ദ മെമ്പേഴ്സ് ഓഫ് ദ പാനൽ ഓഫ് ചെയർപേഴ്സൺ ഓഫ് ദ ലോക്സഭ ക്യാൻ പ്രിസൈഡ് ഓവർ ദ ലോക്സഭ only when there is an absence in the post of speaker and the deputy speaker, not in the case of vacancy. ഏതെങ്കിലും കാരണവശാൽ അത്തരത്തിൽ ഒരു വേക്കൻസി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രിസൈഡ് ചെയ്യുന്നത് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും ആ ഹൗസിനെ പിന്നീട് പ്രിസൈഡ് ചെയ്യുന്നത്. ഇനി ഇതുകൂടാതെ ഒരു സ്പീക്കർ പ്രോ ടേം എന്ന് പറയുന്ന ഒരു ഇതും കൂടിയുണ്ട്. അതായത് ഒരു പാർലമെന്റ് ഡിസോൾവോ അല്ലെങ്കിൽ നോർമൽ ടെന്യൂർ കഴിഞ്ഞിട്ടോ അതിന്റെ കാലാവധി കഴിഞ്ഞ് പുതിയൊരു അസംബ്ലി വരികയാണ്. പുതിയൊരു പാർലമെന്റിൽ ലോക്സഭ തെരഞ്ഞെടുപ്പ് വന്നു. ഇത്തരത്തിൽ പുതിയതായിട്ട് വരുമ്പോൾ ഒരു സ്പീക്കർ പ്രോ ടേമിനെ അപ്പോയിന്റ് ചെയ്യും. സ്പീക്കർ പ്രോ ടേം നോർമലി ആ ഹൗസിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും സ്പീക്കർ പ്രോ ടേം ആയിട്ട് അപ്പോയിന്റ് ചെയ്യുക. അദ്ദേഹത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എല്ലാ പുതിയ മെമ്പേഴ്സിന്റെയും ഓത്ത്, അതുപോലെ തന്നെ സ്പീക്കറിന്റെ എലക്ഷൻ, ഈ രണ്ട് കടമകളും അദ്ദേഹം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ സ്പീക്കർ ചാർജ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്പീക്കർ പ്രോ ടേമിന്റെ ഫംഗ്ഷൻ അവിടെ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഓഫീസും അവിടെ ഉണ്ട്. സോ അദ്ദേഹത്തിന് മേജർലി രണ്ട് കാര്യങ്ങളാണ്: പുതിയ മെമ്പേഴ്സിന്റെ ഓത്ത്, അതോടൊപ്പം തന്നെ പുതിയ സ്പീക്കറിന്റെ തെരഞ്ഞെടുപ്പ് പ്രിസൈഡ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ് പുതിയ സ്പീക്കർ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്പീക്കർ പ്രോ ടേമിന്റെ ഫംഗ്ഷൻ അവിടെ അവസാനിപ്പിക്കുന്നതാണ്. നമ്മളപ്പോൾ ലോക്സഭയുടെ സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറെയും പാനൽ ഓഫ് ചെയർപേഴ്സണും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ നമുക്ക് രാജ്യസഭയിലും നോക്കാം. പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് രാജ്യസഭയിൽ വരുന്നത് ചെയർപേഴ്സൺ ഓഫ് ദ രാജ്യസഭയാണ് ഫസ്റ്റ് വരുന്നത്. അദ്ദേഹം ലോക്സഭയിലെ പോലെ തന്നെ രാജ്യസഭയുടെ പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് പോകും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ഓട്ടോമാറ്റിക്കലി എക്സ് ഒഫീഷ്യോ രാജ്യസഭയുടെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. ഇനി ഏതെങ്കിലും ഒരു പീരീഡിൽ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് ആക്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പീരീഡിൽ അദ്ദേഹം ആ ചെയർപേഴ്സൺ ഓഫ് ദ രാജ്യസഭ എന്ന് പറയുന്ന റോള് അദ്ദേഹം നിർവഹിക്കുന്നതല്ല. ഇനി അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ പോസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ലോക്സഭയുടെ സ്പീക്കറെയോ ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറിനെ റിമൂവ് ചെയ്യാൻ പറഞ്ഞ പ്രൊസീജിയർ അല്ല ചെയർപേഴ്സൺ ഓഫ് ദ രാജ്യസഭയുടെ റിമൂവലിനുള്ളത്. കാരണം എന്താണ്? ചെയർപേഴ്സൺ ഓഫ് ദ രാജ്യസഭ ആരാണ്? വൈസ് പ്രസിഡന്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന് ആ പോസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് വൈസ് പ്രസിഡന്റിന്റെ പോസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിട്ട് വേണം അദ്ദേഹത്തിന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ലോക്സഭയുടെ സ്പീക്കർക്ക് രാജ്യസഭയുടെ ചെയർപേഴ്സണേക്കാളും രണ്ട് എക്സ്ട്രാ പവേഴ്സ് അല്ലെങ്കിൽ എക്സ്ട്രാ പ്രിവിലേജുകൾ ഉണ്ട്. ഒന്നാമത് മണി ബില്ലിന്റെ കേസിലാണ്. ഒരു ബില്ല് മണി ബിൽ ആണോ അല്ലയോ എന്ന് സർട്ടിഫൈ ചെയ്യാനുള്ള എക്സ്ക്ലൂസീവ് പവർ ആർക്കാണ് ഉള്ളത്? ലോകസഭയുടെ സ്പീക്കർക്കാണ്. അതുപോലെ തന്നെ രണ്ടാമത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പവർ എന്താണ്? ഒരു ജോയിന്റ് സിറ്റിംഗ് വരികയാണെങ്കിൽ ആ ജോയിന്റ് സിറ്റിങ്ങിനെ പ്രിസൈഡ് ചെയ്യാനായിട്ടുള്ള അധികാരം ആകെ ആർക്കാണുള്ളത്? സ്പീക്കർ ഓഫ് ദ ലോക്സഭ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ. അങ്ങനെ ഒരു കാരണവശാലും ചെയർപേഴ്സൺ ഓഫ് ദ രാജ്യസഭ എന്ത് ചെയ്യില്ല, അദ്ദേഹത്തിന്റെ പവറിൽ ഇരുന്നു കൊണ്ട് ഒരു ജോയിന്റ് സിറ്റിംഗ് പ്രിസൈഡ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിയില്ല. ഇനി ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ചെയർപേഴ്സൺ ഓഫ് ദ രാജ്യസഭ ആ രാജ്യസഭയുടെ ഒരു മെമ്പർ ആയിട്ടുള്ള വ്യക്തി അല്ല. ലോക്സഭയുടെ സ്പീക്കർ എങ്ങനെയായിരുന്നു? ആ മെമ്പേഴ്സിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ലോക്സഭയുടെ സ്പീക്കർ ആയിട്ട് നിൽക്കുക. അതേസമയം ചെയർപേഴ്സൺ ഓഫ് ദ രാജ്യസഭ എങ്ങനെയാണ്? ഒരു കാരണവശാലും അതിന്റെ മെമ്പർ അല്ലാത്തൊരു വ്യക്തിയാണ്, വൈസ് പ്രസിഡന്റ് ആണ്. വൈസ് പ്രസിഡന്റ് ആണ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആയിട്ട് വരിക. പക്ഷെ ഓട്ടോമാറ്റിക്കലി ഇവിടെ നോർമൽ കേസുകളിലുള്ള പോലെ തന്നെ ഒരു ബില്ലിന്റെ കീഴിലോ ഏതെങ്കിലും രീതിയിലോ ടൈ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ
സ്പീക്കർ ഓഫ് ദ ലോക്സഭയ്ക്കുള്ള പോലെ തന്നെ ചെയർപേഴ്സൺ ഓഫ് ദ രാജ്യസഭയ്ക്കും ഒരു കാസ്റ്റിംഗ് വോട്ട് ഉണ്ട്. ഇനി അദ്ദേഹത്തിന്റെ റിമൂവലിനുള്ള ഒരു റെസൊല്യൂഷൻ കൺസിഡർ ചെയ്യാണ്. വൈസ് പ്രസിഡന്റിന് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള ഒരു റെസൊല്യൂഷൻ കൺസിഡർ ചെയ്യാണ്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു കൺസിഡറേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഹൗസിനെ പ്രിസൈഡ് ചെയ്യാനായിട്ട് കഴിയില്ല. ആ റിമൂവൽ റെസൊല്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് നടത്തുകയാണെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന വ്യക്തിക്ക് ആ ഹൗസിനെ പ്രിസൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന് ആ ഹൗസിൽ വരാനായിട്ട് കഴിയും, സംസാരിക്കാനായിട്ട് പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. ഹി കാനോട്ട് വോട്ട് ബിക്കോസ് ഹി ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ദ രാജ്യസഭ. പക്ഷെ സ്പീക്കറിന്റെ കേസിൽ എങ്ങനെയായിരുന്നു? സ്പീക്കറിനെ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയറിൽ ആ റെസൊല്യൂഷൻ എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ആ ഹൗസ് പ്രിസൈഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹത്തിന് അവിടെ വരാം, സംസാരിക്കാം, അദ്ദേഹത്തിന് ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ തന്നെ വോട്ട് ചെയ്യാം. കാരണം സ്പീക്കർ ഓഫ് ദ ലോക്സഭ ഈസ് എ മെമ്പർ ഓഫ് ദ ലോക്സഭ. ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ്? അദ്ദേഹത്തിന് പ്രിസൈഡ് ചെയ്യാൻ കഴിയില്ല, പക്ഷെ ഹൗസിൽ വരാം, സംസാരിക്കാം. ബട്ട് ഹി കനോട്ട് വോട്ട് ബിക്കോസ് ഹി ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ദ രാജ്യസഭ. ഇനി സ്പീക്കറും ചെയർപേഴ്സണും ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള അടുത്ത ഇമ്പോർട്ടന്റ് കാര്യം എന്താണ്? അവരുടെ സാലറീസ് ആൻഡ് അലവൻസസ് രണ്ടും ഡിറ്റർമൈൻ ചെയ്യുന്നത് പാർലമെന്റ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് സബ്ജക്ട് ടു ദ വോട്ട് ഓഫ് ദ ഹൗസ് ബിക്കോസ് ദേ ആർ ചാർജ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഇനി വൈസ് പ്രസിഡന്റ് ഏതെങ്കിലും കാരണവശാൽ പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലോ അദ്ദേഹത്തിന് ഈ സാലറീസ് ആൻഡ് അലവൻസസ് ആയിരിക്കില്ല കിട്ടുക, പകരം പ്രസിഡന്റിന്റെ സാലറീസ് ആൻഡ് അലവൻസസ് ആയിരിക്കും കിട്ടുക. ഇനി നമ്മൾ ചെയർപേഴ്സന്റെ കാര്യം പറഞ്ഞു. ഇനി ഇതുപോലെ തന്നെ ഒരു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഉണ്ട്. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ എങ്ങനെയാണ്? ആ മെമ്പേഴ്സിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ചെയർപേഴ്സൺ വൈസ് പ്രസിഡന്റ് ആണ്, അതുകൊണ്ടാണ് എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആയത്. പക്ഷെ ഡെപ്യൂട്ടി സ്പീക്കർ എന്താണ്? നമ്മുടെ ആ മെമ്പേഴ്സിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഓഫ് ദ രാജ്യസഭ. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ ഡെപ്യൂട്ടി ചെയർപേഴ്സന്റെ പോസ്റ്റ് വേക്കന്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അടുത്തൊരാളെ എലക്ട് ചെയ്യപ്പെട്ട് ആ ഡെപ്യൂട്ടി ചെയർപേഴ്സന്റെ പോസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യുന്നതാണ്. ഇനി ഡെപ്യൂട്ടി ചെയർപേഴ്സണ് ആ പോസ്റ്റുകളെ 3 രീതിയിൽ വെക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന്, അദ്ദേഹം ആ ഹൗസിന്റെ മെമ്പർ അല്ലാതെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, മെമ്പർ ആയാലാണല്ലോ അദ്ദേഹത്തിന് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആവാം. അപ്പൊ മെമ്പർഷിപ്പ് ക്യാൻസൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആവാനായിട്ട് കഴിയില്ല. പിന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ റിസൈൻ ചെയ്യാനായിട്ട് കഴിയും. ചെയർപേഴ്സണ് റെസിഗ്നേഷൻ ലെറ്റർ, അതായത് വൈസ് പ്രസിഡന്റിന് ഒരു റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാറാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് റിമൂവ് ചെയ്യാനായിട്ട് ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്താൽ മതി. എഫക്റ്റീവ് മെജോറിറ്റി, ലോക്സഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കർ റിമൂവ് ചെയ്യുന്ന അതേ എഫക്റ്റീവ് മെജോറിറ്റിയിൽ ഒരു ബില്ല് പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമ്മുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഓഫ് ദ രാജ്യസഭയെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഡെപ്യൂട്ടി ചെയർപേഴ്സന്റെ റോളുകൾ ചില സമയത്ത് ചെയ്യേണ്ടി വരാം. ചെയർപേഴ്സൺ ആബ്സെന്റ് ആവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് സർക്കംസ്റ്റാൻസിൽ അദ്ദേഹത്തിന് ആ റോൾ ചെയ്യാതിരിക്കുകയോ കഴിയുക. അല്ല എങ്കിൽ ചെയർപേഴ്സൺ, വൈസ് പ്രസിഡന്റ് ആണല്ലോ, അദ്ദേഹം പ്രസിഡന്റായിട്ട് ആക്ട് ചെയ്യേണ്ട ടൈം വന്നേക്കാം. അത്തരത്തിലൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ എന്ത് ചെയ്യും? ചെയർപേഴ്സന്റെ റോളുകൾ ആക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടെ നമ്മൾ നേരത്തെ ലോക്സഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഒരിക്കലും ചെയർപേഴ്സണ് സബോർഡിനേറ്റ് ആയിട്ടുള്ള ഒരാളല്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇൻഡിപെൻഡന്റ് കാൻഡിഡേച്ചർ ഉണ്ട്. ഇനി ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹം പ്രിസൈഡ് ചെയ്യാതിരിക്കുന്ന സമയത്ത്, സ്പീക്കർ ചെയർപേഴ്സൺ അവിടെ പ്രിസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ എന്താണ്? ഒരു നോർമൽ മെമ്പർ ഓഫ് ദ പാർലമെന്റ് ആണ്. അദ്ദേഹത്തിന് ഡിസ്കഷനിൽ പങ്കെടുക്കാൻ പറ്റും, വോട്ട് ചെയ്യാനായിട്ട് പറ്റും. ബാക്കി മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ് എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ആണോ ചെയ്യുന്നത് അതെല്ലാം ചെയ്യാനായിട്ട് കഴിയും. ഇനി ഡെപ്യൂട്ടി ചെയർപേഴ്സന്റെ റിമൂവലിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഹൗസിനെ ആ സമയത്ത് പ്രിസൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുമോ? യെസ്, ഹി ക്യാൻ ടോക്ക്. ക്യാൻ ഹി വോട്ട്? യെസ്, ഹി ക്യാൻ വോട്ട്. കാരണം എന്താ? ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആ രാജ്യസഭയുടെ ഒരു മെമ്പറാണ്. ആകെ വോട്ട് ചെയ്യാൻ പറ്റാത്തത് ചെയർപേഴ്സണ് മാത്രമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കഴിയാത്തത്? അദ്ദേഹം ആ രാജ്യസഭയുടെ ഒരു മെമ്പർ അല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കഴിയാത്തത്. ഇനി നമ്മൾ പാനൽ ഓഫ് ചെയർപേഴ്സൺ ഓഫ് ലോക്സഭ പറഞ്ഞു. അതുപോലെ തന്നെ രാജ്യസഭയ്ക്കും ഒരു പാനൽ ഓഫ് ചെയർപേഴ്സൺസ് ഉണ്ട്. ആരാണ് അവർ അപ്പോയിന്റ് ചെയ്യുന്നത്? ചെയർപേഴ്സൺസ് ആണ് ഇവർ അപ്പോയിന്റ് ചെയ്യുന്നത്. അവരിൽ ആർക്ക് വേണമെങ്കിലും ചെയർപേഴ്സണോ വൈസ് ചെയർപേഴ്സണോ ആബ്സെന്റ് ആണെങ്കിൽ ആ ഹൗസിനെ പ്രിസൈഡ് ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെൻസിൽ മാത്രമേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആബ്സെൻസിൽ മാത്രമേ എന്തുള്ളൂ ഇവരെ പ്രിസൈഡ് ചെയ്യാനായിട്ട് കഴിയൂ. വേക്കൻസി ആണ് അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വേക്കന്റ് പോസ്റ്റ് ആണ് ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ അവരല്ല പ്രിസൈഡ് ചെയ്യുന്നത്. പകരം പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു വ്യക്തി, ഹൗസിൽ നിന്ന് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണോ അവരായിരിക്കും അതിനെ പ്രിസൈഡ് ചെയ്യുക. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ അതേ കോമ്പോസിഷൻ എവിടെ വരുന്നുണ്ട്? സ്റ്റേറ്റ് ഗവൺമെന്റിലും വരുന്നുണ്ട്. നമ്മുടെ ലോക്സഭയിൽ പറഞ്ഞ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും അതുപോലെ തന്നെ നമുക്ക് എവിടെയുണ്ട്? സ്റ്റേറ്റ് അസംബ്ലിയിൽ നമുക്ക് സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഉണ്ട്. നമ്മൾ രാജ്യസഭയിലെ ചെയർപേഴ്സണും ഡെപ്യൂട്ടി ചെയർപേഴ്സണും പറഞ്ഞു. അതുപോലെ നമുക്ക് എന്തുണ്ട്? ലെജിസ്ലേറ്റീവ് കൗൺസിലില് നമുക്ക് ചെയർപേഴ്സണും ഡെപ്യൂട്ടി ചെയർപേഴ്സണും ഉണ്ട്. നമുക്ക് അത് ഓരോന്നായിട്ട് നോക്കാം.
സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലാണെങ്കിലോ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, അതുപോലെ തന്നെ പാനൽ ഓഫ് ചെയർപേഴ്സൺ. ഇനി ഇവിടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് വരികയാണെങ്കിലോ നമുക്ക് ചെയർപേഴ്സൺ, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ, അതുപോലെ തന്നെ പാനൽ ഓഫ് ചെയർപേഴ്സൺ, ഇത്രയുമാണ് വരുന്നത്. സ്പീക്കർ ഓഫ് ദ അസംബ്ലി ആരാണ്? നോർമലി ആ ഹൗസിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി. ആകെ ഹൗസിന്റെ മെമ്പർ ആയിരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ഒരു അസംബ്ലിയുടെ സ്പീക്കർ ആയിട്ടിരിക്കാൻ കഴിയുള്ളൂ. ഇനി അദ്ദേഹത്തിന് ഏതെല്ലാം രീതിയിൽ വേക്കേറ്റ് ചെയ്യാൻ പറ്റും? അദ്ദേഹം ആ മെമ്പർ അസംബ്ലിയുടെ മെമ്പർഷിപ്പ് അദ്ദേഹത്തിന് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ അദ്ദേഹം, ഓർ ഇഫ് ഹി ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ദ അസംബ്ലി എനിമോർ. സെക്കൻഡ് വൺ, അദ്ദേഹം ഒരു റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡെപ്യൂട്ടി സ്പീക്കർക്ക് ഒരു റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അദ്ദേഹത്തിന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് മെജോറിറ്റി? അവിടെ പറഞ്ഞ അതേ സെയിം മെജോറിറ്റി, എഫക്റ്റീവ് മെജോറിറ്റിയിൽ അദ്ദേഹത്തിന് 14 day അഡ്വാൻസ് നോട്ടീസ് പീരീഡ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി സ്പീക്കറിനുള്ള പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്തൊക്കെയാ? ഓർഡർ ആൻഡ് ഡെക്കോറം, അതാണ് അദ്ദേഹത്തിന്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി. പിന്നെ എന്താണ്? അദ്ദേഹമാണ് ഫസ്റ്റ് ഇന്റർപ്രറ്റർ ഓർ ദ ഫൈനൽ ഇന്റർപ്രറ്റർ. ഏതെല്ലാം? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, റൂൾസ് ഓഫ് പ്രൊസീജിയർ, അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് പ്രസിഡന്റ്, ഇതെല്ലാം ഹൗസിന്റെ അകത്ത്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അകത്ത് ഫൈനൽ ഇന്റർപ്രറ്റർ ആയിട്ട് വരുന്നത് ആരാണ്? സ്പീക്കർ ഓഫ് ദ അസംബ്ലി. അദ്ദേഹമാണ് ഇതിന്റെ എല്ലാം ഫൈനൽ ഇന്റർപ്രറ്റർ. അതുപോലെ തന്നെ കോറം ഇല്ലെങ്കിൽ അസംബ്ലിനെ അഡ്ജേൺ ചെയ്യുന്നത് ആരാണ്? സ്പീക്കറാണ്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ അദ്ദേഹം വോട്ട് ചെയ്യില്ല. കാസ്റ്റിംഗ് വോട്ട് ആർക്കാണ് ഉള്ളത്? സ്പീക്കർക്കാണ് കാസ്റ്റിംഗ് വോട്ട് ഉള്ളത്. പിന്നെ ഒരു ബില്ല് മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? ഇദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. ഡിസ്ക്വാളിഫിക്കേഷൻ, നമ്മുടെ ആന്റി ഡിഫെക്ഷൻ ലോ പറഞ്ഞല്ലോ, ആന്റി ഡിഫെക്ഷൻ ലോന്റെ അകത്തുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ വരുമ്പോൾ ആരാണ് തീരുമാനിക്കുന്നത്? പ്രിസൈഡിംഗ് ഓഫീസർ. ആരാണ് പ്രിസൈഡിംഗ് ഓഫീസർ? സ്പീക്കർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഇനി അദ്ദേഹം ഒരുപാട് കമ്മിറ്റികളുടെ ചെയർപേഴ്സണായിട്ട്, ചെയർമാനായിട്ടും അദ്ദേഹം ചെയ്യാറുണ്ട്. ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി, ജനറൽ പർപ്പസ് കമ്മിറ്റി, റൂൾസ് കമ്മിറ്റി, ഇതിന്റെ എല്ലാത്തിന്റെയും ഓട്ടോമാറ്റിക് ഹെഡ് ആയിട്ട് വരുന്നത് ആരാണ്? സ്പീക്കർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. നമ്മൾ സ്പീക്കറിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതുപോലെ തന്നെ നമുക്ക് ലോക്സഭയിലുള്ള പോലെ തന്നെ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ട്. എന്താണ് അതിന്റെ ഫസ്റ്റ് കണ്ടീഷൻ? ആ മെമ്പർ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ ആ മെമ്പേഴ്സ് എല്ലാവരും കൂടി തെരഞ്ഞെടുത്തിട്ടാണ് എന്ത് ചെയ്യുക? ഡെപ്യൂട്ടി സ്പീക്കർ ആക്കുക. ഇനി നമ്മൾ നേരത്തെ സ്പീക്കറിന് പറഞ്ഞ പോലെ തന്നെ 3 രീതിയിലാണ് ഡെപ്യൂട്ടി സ്പീക്കറിന്റെയും ഓഫീസ് വേക്കൻസി സംഭവിക്കുക. ഒന്ന്, അദ്ദേഹം ആ ഹൗസിന്റെ മെമ്പർഷിപ്പ് അല്ലാതാവുക. ആ ഹൗസിന്റെ മെമ്പർ അല്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ആയിട്ടിരിക്കാൻ കഴിയില്ല. സെക്കൻഡ് വൺ, അതോടൊപ്പം തന്നെ അദ്ദേഹം റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീക്കറിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യാം. തേർഡ് വൺ എന്താണ്? അദ്ദേഹത്തിന് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിമൂവൽ എങ്ങനെയാണ്? എഫക്റ്റീവ് മെജോറിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 14 day നോട്ടീസ് പീരീഡ്. ഇനി ഡെപ്യൂട്ടി സ്പീക്കർ ആബ്സെൻസോ വേക്കന്റ് ആയിരിക്കുന്ന സമയത്ത് സ്പീക്കറിന് പകരം അദ്ദേഹത്തിന്റെ ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്നത് ഡെപ്യൂട്ടി സ്പീക്കറാണ്. അതുകൊണ്ട് തന്നെ സ്പീക്കറായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് സ്പീക്കറിന്റെ എല്ലാ പവേഴ്സും ഫങ്ഷനും ഡെപ്യൂട്ടി സ്പീക്കർക്കും ലഭിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് വൺ, നമ്മൾ നേരത്തെ ലോക്സഭയിൽ ഒരു പാനൽ ഓഫ് ചെയർപേഴ്സൺസ് കണ്ടു. അതുപോലെ തന്നെ സ്റ്റേറ്റ് അസംബ്ലിയിലും ഒരു പാനൽ ഓഫ് ചെയർപേഴ്സൺസ് ഉണ്ട്. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? സ്പീക്കറാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. എപ്പോഴാണ് ഇവർ പ്രിസൈഡ് ചെയ്യുന്നത്? ആബ്സെൻസിലാണ് ഇവർ പ്രിസൈഡ് ചെയ്യുന്നത്. വേക്കൻസിയിലല്ല, ആബ്സെൻസ് ആയിരിക്കുന്ന സമയത്താണ് ഇവര് അത് പ്രിസൈഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി കഴിഞ്ഞു. അടുത്തത് ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് നമുക്കുള്ളത്. ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ വൈസ് പ്രസിഡന്റ് ആണ് രാജ്യസഭനെ പ്രിസൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഒരു നോഷൻ വരാം, ഗവർണർ ആണ് ഇവിടെ പ്രിസൈഡ് ചെയ്യുന്നത്. അല്ല, നമുക്ക് ഒന്നാമത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നമ്മൾ കണ്ടിട്ടില്ല. കേരളത്തിൽ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ല, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ളൂ. അപ്പൊ നമ്മൾ പെട്ടെന്ന് വിചാരിക്കാം ഗവർണർ ആണ് ഇത് പ്രിസൈഡ് ചെയ്യുന്നത്. അല്ല, ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ചെയർപേഴ്സണും ഡെപ്യൂട്ടി ചെയർപേഴ്സണും. ചെയർപേഴ്സൺ ആ മെമ്പേഴ്സിൽ നിന്ന് തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ സ്പീക്കറിന് പറഞ്ഞ പോലെ തന്നെ 3 രീതിയിൽ വെക്കേറ്റ് ചെയ്യാം. റിസൈൻ ചെയ്യാം, അദ്ദേഹം ഒരു മെമ്പർ അല്ലാതെ ആവാം, 14 day നോട്ടീസ് പീരീഡ് ഇട്ടിട്ട് അദ്ദേഹത്തിന് റിമൂവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ ഗവർണർ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷനോ സ്റ്റേറ്റ്മെന്റോ വരും, ഗവർണർ ഹൂ ഈസ് ദ presiding or who is the ex officio chairperson of the legislative council can be removed by an effective majority. അല്ല, അങ്ങനെയല്ല. ചെയർപേഴ്സൺ റിമൂവ് ചെയ്യാൻ ഒരു എഫക്റ്റീവ് മെജോറിറ്റി മതി, പക്ഷെ ഗവർണർ അല്ല അവിടെ പ്രിസൈഡ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ നേരത്തെ ലോക്സഭയിലും രാജ്യസഭയിലും ഒരു 2 എക്സ്ക്ലൂസീവ് പവർ എന്ത് പറഞ്ഞിട്ടുണ്ടായി? സ്പീക്കർ ഓഫ് ദ ലോക്സഭയ്ക്ക് പറഞ്ഞിട്ടുണ്ടായി. അസംബ്ലിയിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് പവർ ആർക്കുണ്ട്? സ്പീക്കർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് ഉണ്ട്. എന്താണത്? മണി ബിൽ ആണോ അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട്. ജോയിന്റ് സിറ്റിംഗ് ഉണ്ടോ? ജോയിന്റ് സിറ്റിംഗ് ഇല്ല. സ്റ്റേറ്റ് അസംബ്ലിയിൽ എന്താണ്? ജോയിന്റ് സിറ്റിംഗ്സ് നടക്കാറില്ല, അല്ലെങ്കിൽ നടക്കാനുള്ള സർക്കംസ്റ്റാൻസുകൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ജോയിന്റ് സിറ്റിംഗിന്റെ ഒരു എക്സ്ക്ലൂസീവ് പവർ ഇല്ല. ലോക്സഭയുടെയും രാജ്യസഭയുടെയും കേസിൽ ഒരു ജോയിന്റ് സിറ്റിംഗിന്റെ എക്സ്ക്ലൂസീവ് പവർ ആർക്കുണ്ട്? സ്പീക്കർ ഓഫ് ദ ലോക്സഭയ്ക്ക് ഉണ്ട്. ഇനി ഇവിടെ അതുപോലെ തന്നെ എന്തുണ്ട്? ഒരു ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ട്. നമ്മൾ നേരത്തെ രാജ്യസഭയെ കണ്ട പോലെ അതും എന്താണ്? ആ മെമ്പേഴ്സിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നതാണ്. 3 രീതിയിൽ റിസൈൻ ചെയ്യാനായിട്ട് കഴിയും, അല്ല അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ കഴിയും, അതോടൊപ്പം തന്നെ 14 day നോട്ടീസ് പീരീഡ് സെർവ് ചെയ്താലും അദ്ദേഹത്തിന് റിമൂവ് ചെയ്യാനായിട്ട് കഴിയും. ഇനി
അടുത്തത് പാനൽ ഓഫ് ചെയർപേഴ്സൺസ് ഉണ്ട്. പാനൽ ഓഫ് ചെയർപേഴ്സൺ ആരെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ചെയർമാനാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇവരെപ്പോഴാണ് പ്രിസൈഡ് ചെയ്യുന്നത്? അവരുടെ ഓഫീസിൽ, ചെയർപേഴ്സന്റെയോ ഡെപ്യൂട്ടി ചെയർപേഴ്സന്റെ ഓഫീസിൽ ഒരു ആബ്സെൻസ് വന്നു കഴിഞ്ഞാൽ പാനൽ ഓഫ് ചെയർപേഴ്സൺസിലെ മെമ്പേഴ്സ് ആയിരിക്കും അതിനെ പ്രിസൈഡ് ചെയ്യുന്നത്. നമുക്ക് ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും അതിന്റെ ആൻസേഴ്സും അതൊന്നൊന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. As per the rules of procedure and conduct of business of Lok Sabha, the election of deputy speaker shall be held on such a date as the speaker may fix. Okay, first statement. Second one, there is a mandatory provision that the election of candidate as deputy speaker of Lok Sabha shall be either the principal opposition party or the ruling party. Third one, the deputy speaker has the same power as the speaker when presiding over a sitting of the house and no appeal lies against his ruling. Fourth one, the well-established parliamentary practice regarding the appointment of deputy speaker is that the motion is moved by the speaker and duly seconded by the prime minister. ഏതെല്ലാം സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കാം. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? ഡെപ്യൂട്ടി സ്പീക്കറിന്റെ ഇലക്ഷന്റെ ഡേറ്റ് തീരുമാനിക്കുന്നത് സ്പീക്കറാണ്. നമ്മൾ ഓൾറെഡി അത് പഠിച്ചു കഴിഞ്ഞു. സ്പീക്കറാണ് എന്ത് ചെയ്യുന്നത്? ഡെപ്യൂട്ടി സ്പീക്കറിന്റെ ഇലക്ഷന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. സ്പീക്കറിന്റെ ഇലക്ഷന് ശേഷം അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്ത ശേഷമാണ് എന്ത് ചെയ്യുക? ഡെപ്യൂട്ടി സ്പീക്കറിന്റെ ഇലക്ഷൻ നടക്കുക. അദ്ദേഹത്തിന്റെ ഇലക്ഷന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് സ്പീക്കർ ആയിരിക്കും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഒരു മാൻഡേറ്ററി പ്രൊവിഷൻ ഉണ്ടെന്ന്. അത്തരത്തിലൊരു മാൻഡേറ്ററി പ്രൊവിഷൻ ഇല്ല. പലപ്പോഴും ഹിസ്റ്ററിയിൽ പാസ്റ്റ് ഇൻസ്റ്റൻസിൽ സ്പീക്കർ റൂളിംഗ് പാർട്ടിയിൽ നിന്നും ഡെപ്യൂട്ടി സ്പീക്കർ ഒപ്പോസിഷൻ പാർട്ടിയിൽ നിന്നും വന്നിട്ടുണ്ട്. അത്തരത്തിലൊരു പാർലമെന്റിൽ പലതവണ ഹാപ്പൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലൊരു മാൻഡേറ്ററി പ്രൊവിഷൻ എങ്ങുമില്ല. There has been instances or there has been parliamentary conventions like that. സ്പീക്കർ ഒരു റൂളിംഗ് പാർട്ടിയിൽ നിന്നായിരിക്കും, ഡെപ്യൂട്ടി സ്പീക്കറിന്റെ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ ഒപ്പോസിഷൻ പാർട്ടിയിൽ നിന്നായിരിക്കും. ഇതൊരു പാർലമെന്ററി കൺവെൻഷൻ ആയിട്ട് നിലനിർത്തുന്നിട്ടുണ്ട് പല ഹിസ്റ്ററിയിൽ, പല സർക്കംസ്റ്റാൻസിൽ. പക്ഷേ ഇതൊരു മാൻഡേറ്ററി പ്രൊവിഷൻ ആണെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തേർഡ് വൺ, the deputy speaker have the same power as the speaker when presiding the sitting of the house and no appeal lies against his ruling. നമ്മൾ എന്താ പറഞ്ഞത്? സ്പീക്കർ ഏതെങ്കിലും കാരണവശാൽ ആബ്സെന്റോ വേക്കന്റോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും അദ്ദേഹത്തിന്റെ പൊസിഷൻ ഹോൾഡ് ചെയ്യുക. ആ പൊസിഷൻ ഹോൾഡ് ചെയ്യുമ്പോൾ സ്പീക്കർക്കുള്ള എല്ലാ പവേഴ്സും എല്ലാ അധികാരങ്ങളും ആർക്കുണ്ട്? ഡെപ്യൂട്ടി സ്പീക്കർക്ക് ലഭിക്കും. സോ ദ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഡെപ്യൂട്ടി സ്പീക്കറിന്റെ മോഷൻ മൂവ് ചെയ്യുന്നത് സ്പീക്കറും ഡ്യൂലി സെക്കൻഡ് ബൈ പ്രൈം മിനിസ്റ്ററുമാണ്. അത്തരത്തിലൊരു പാർലമെന്ററി കൺവെൻഷൻ ഇല്ല. അത്തരത്തിലുള്ള പാർലമെന്ററി കൺവെൻഷൻ എങ്ങും തന്നെ നിലവിലില്ല. സോ ഓപ്ഷൻ 1 and 3 ആർ കറക്റ്റ്. നൗ സെക്കൻഡ് വൺ, ഇതാണ് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു സ്പീക്കർ ഓഫ് ലോക്സഭ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. When a resolution for removal of the speaker of Lok Sabha is under consideration, he or she shall not preside. Second one, he or she shall not have the right to speak. Third one, he or she shall not be entitled to vote on the resolution in the first instance. എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? he or she shall not preside. എപ്പോ? അവരുടെ റിമൂവലിന്റെ റെസൊല്യൂഷൻ ആണ് അവർ എടുക്കുന്നതെങ്കിൽ അവർക്ക് പ്രിസൈഡ് ചെയ്യാനായിട്ട് കഴിയില്ല. നമ്മൾ പറഞ്ഞു അവരുടെ റിമൂവലിനാണെങ്കിൽ അവർക്ക് പ്രിസൈഡ് ചെയ്യാൻ കഴിയില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? he or she shall not have the right to speak. അത് തെറ്റല്ലേ? അവര് ആ ഹൗസിന്റെ മെമ്പർ ആയിരിക്കുന്നിടത്തോളം കാലം അവരുടെ റെസൊല്യൂഷൻ, അവരുടെ റിമൂവലിനുള്ള റെസൊല്യൂഷൻ ആണെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് സഭയിൽ സംസാരിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. തേർഡ് വൺ, he or she shall not be entitled to vote on the resolution in the first instance. അതെന്താണ്? അതും തെറ്റാണ്. അവർക്ക് ആകെ പറ്റുന്നത് എന്താണ്? അല്ലെങ്കിൽ അവർക്ക് ആകെ ചെയ്യാൻ കഴിയാത്തത് എന്താണ്? They cannot preside. They can take part in the meetings. They can express their opinion. They can vote in the first instance. ഇത് മാറിയിട്ട് സ്പീക്കർ ഓഫ് ലോക്സഭ അല്ല, ചെയർപേഴ്സൺ ഓഫ് ദി രാജ്യസഭ ആണെങ്കിലോ അദ്ദേഹത്തിന് പ്രിസൈഡ് ചെയ്യാൻ കഴിയില്ല, അദ്ദേഹത്തിന് സംസാരിക്കാം, പക്ഷെ എന്താണ്? അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. ബിക്കോസ് he is not a member of the house. സോ ഇത്തരത്തിലാണ് അവിടെ വരുന്ന ഡിഫറൻസ്. ഓരോരുത്തരും റിമൂവ്. If they are a member of the house, they can vote. If they are not a member, they cannot vote. So I hope you enjoyed the class. Thank you.